ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, ഒരു കുഞ്ഞു വ്ളോഗ് പോലെ എടുത്താണ്. അപ്പോൾ അതായത് അത്തായിട്ട് ഒരാൾ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണീപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഇന്ന് എക്സാമും കൂടിയാണ്, അതുകൊണ്ട് തന്നെ വാവനെ നേരത്തെ എണീപ്പിക്കണം. അങ്ങനെ ഇതാ നേരത്തെ എണീറ്റു, ഞാൻ കുളിപ്പിച്ചു, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇതാ നിൽക്കുന്നു. പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട്, ഇന്ന് അത്തായതുകൊണ്ട് പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ സിറ്റ് ഔട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ മുറ്റത്തെത്തി മുറ്റം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ചാണം മെഴുകി പൂത്തറ തന്നെ നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വാവ തന്നെയാണ് ഇന്ന് പൂവിടുന്നത്. ഇന്ന് കുട്ടികളുടെയൊക്കെ ആഘോഷമല്ലേ, കുട്ടികളല്ലേ ഇനി ഓണമൊക്കെ ആഘോഷിക്കേണ്ടത്, നമ്മളും ആഘോഷിക്കണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വാവതാ പൂവൊക്കെ ചെറുതാക്കി അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പൂവിടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനത്തേക്ക് ഇതാ അവളുടെ ഇഷ്ടത്തിനാണ് പൂവിട്ടത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വാവേൻ്റെ ഇഷ്ടത്തിനാണ് റൗണ്ടാക്കി പൂവിട്ട് നല്ല ഭംഗിയിലിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. അമ്മ ഞാൻ ഭംഗിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഭംഗിയുണ്ടല്ലോ വാവ് പൂവിട്ടത്. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയൂ, ഇഷ്ടമായോ? എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വാവ പൂവിട്ടത്? അങ്ങനത്തെ പൂവിടലൊക്കെ കഴിഞ്ഞ് ഇന്ന് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയൊക്കെ കുടിച്ചു. വേഗം ഞാൻ മാറ്റി സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ കോഴിക്കോട് മാവേലിക്ക് വെള്ളം കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതുപോലെ മാവേലിക്ക് വെള്ളം കൊടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനത്തെ വാവയും മോളും കൂടി ഇതാ സ്കൂളിലേക്ക് പോവുക കേട്ടോ. ഇത് അവളുടെ ഫ്രണ്ടാണ്. അങ്ങനത്തെ തൊട്ടടുത്ത സ്കൂൾ കേട്ടോ. സ്കൂളെത്തി. അങ്ങനത്തെ എക്സാമൊക്കെ കഴിഞ്ഞ് വാവതാ 12:30 ആകുമ്പോൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ മേലെ കേക്ക് കഴിഞ്ഞിട്ട് മിച്ചർ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവരെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീരുമാനിച്ചാണ് നമുക്ക് തിരുവാതിരക്കളി കളിക്കാമെന്ന്. ഇവരുടെ തിരുവാതിരക്കളീൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി തിരുവാതിരക്കളി നാളെ കാണാം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ടാക്കി എടുത്തിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഊഞ്ഞാലാട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അച്ചച്ചതാ കോലുമിഠായിയൊക്കെ വാങ്ങിച്ചെന്നല്ല ആരും അവിടെ ഇരുന്ന് വർത്താനം പറയലും കളിയും ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞങ്ങൾ നല്ല തിരുവാതിരക്കളീൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്.